ഈ അടുത്ത് സുബ്ഹാനല്ലാഹ് ഒരു മസ്ജിദിൽ ഈ കൊറോണ വന്നല്ലോ. ഇപ്പോൾ കൊറോണ അതിൻ്റെ വരവ് രണ്ടാമത്തെ വരവോ മൂന്നാമത്തെ ഏതൊരു വരവിൽ ഈ മസ്ജിദിലെ കമ്മിറ്റിയിലുള്ള ആളുകൾ മുഴുവൻ ഇവർക്കിടയിൽ കോടതി കേസ് നിലക്കുന്നുണ്ട്. പള്ളീൻ്റെ വിഷയത്തിൽ, പള്ളീൻ്റെ ഉടമസ്ഥാവകാശ തർക്കത്തിൽ എവിടെ കേസുണ്ട്? കോടതിയിൽ കേസുണ്ട്. ഈ കേസ് നടന്നുകൊണ്ടിരിക്കവേ എല്ലാ പള്ളി കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും കൊറോണ ബാധിച്ചു. എല്ലാവരും വീട്ടിലായി. അപ്പോൾ ഇവർക്ക് പേടിയായി. ഇന്നലെ വരെ തോളത്ത് കൈയിട്ട് നടന്ന ആളുകൾ തെറ്റിയ അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇങ്ങനെ പോയാൽ മരിച്ചതിന് ശേഷം എന്താകുമെന്ന പേടി അവരെ പിടികൂടി. അവർ തീരുമാനിച്ച് എല്ലാവരും അങ്ങോട്ടൂടൊക്കെ ഫോം വിളിച്ച് അങ്ങോട്ടൂടൊക്കെ പൊരുത്തപ്പെട്ട് നമ്മളിഞ്ഞ് പ്രശ്നമൊന്നും വേണ്ട, നമുക്കെല്ലാം പരിഹരിക്കാം, നമുക്കിഞ്ഞ് ഒരുമിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. കൊറോണ കഴിഞ്ഞ് ഇറങ്ങി അങ്ങനെ അവർ ഒരുമിച്ച് എന്തെങ്കിലും ഒരു കാര്യം സംഘടിപ്പിക്കാമെന്ന ആലോചന വന്നപ്പോഴേക്ക് തലപ്പത്തുനിന്ന് രണ്ടുപേരെയും തലപ്പത്തുനിന്ന് വിളിച്ച് പറഞ്ഞു, പാടില്ല. എന്താണ് ഇതുകൊണ്ട് ലഭിക്കുന്ന ഫലം? എന്താണ് ഒരു മസ്ജിദിൽ വന്നെത്തുന്ന ആളുകളെ ഇങ്ങനെ അകറ്റുന്നത് കൊണ്ട് ലഭിക്കുന്ന ഫലം എന്താണ്? എന്ത് ഉപകാരമാണ് ഇതുകൊണ്ടുള്ളത്? ഒരു മഹല്ലിൽ നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർ തമ്മിൽ ഇങ്ങനെ തെറ്റിക്കുന്നുണ്ട്, എന്ത് ഫലമാണുള്ളത്? ഇവർക്കിടയിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണക്കാരിൽ പലർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. ഇനി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ഒരിക്കലും ഒക്കെ അവഗണിച്ച് എല്ലാവരും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് നിങ്ങൾക്ക് തോന്നിയ പോലെ എനിക്ക് തോന്നിയ പോലെ അങ്ങനെ പറയണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഞാനും നീയും തമ്മിൽ അഭിപ്രായം, നമ്മൾ തമ്മിൽ ചർച്ച നടക്കട്ടെ, മാന്യമായ ചർച്ച നടക്കട്ടെ, മാന്യമായി അങ്ങോട്ടും ഇങ്ങോട്ട് ഉപദേശിക്കുക. അതിനപ്പുറം അങ്ങോട്ട് സ്റ്റേജിൽ പോയി അങ്ങോട്ട് ചീത്ത വിളിക്കുന്ന എന്തിനാണ്? നമ്മളിത് അവസാനിപ്പിക്കേണ്ട സഹോദരങ്ങളെ. ഇനി ആൾക്കാർ ചിലപ്പോൾ പറയും, ഞാൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു ഞാൻ പിൻവലിക്കാം, ഞാൻ അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ ചോദിക്കാം, ഞാൻ അള്ളാഹുവിന് പുറത്തരാൻ ചോദിക്കാം, ഞാൻ അതിൽ ഉറച്ചിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ആളുകളുമായി ബന്ധം സ്ഥാപിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും അവരൊരു സംഘടനയിലൊക്കെ ഒരിടത്തിൽ നിന്നോട്ടെ, അതൊക്കെ പ്രവർത്തനമൊക്കെ അങ്ങനെ തന്നെ പോയിക്കോട്ടെ, അതിലൊന്നും ഒരു മാറ്റം വേണ്ടിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അതിലെ തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കണമെന്ന് ഒഴിച്ചു നിർത്തിയാൽ, പക്ഷേ അത് അവിടെ നിലനിൽക്കുന്നതോടൊപ്പം പരസ്പരം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ നിങ്ങൾ ഈ അകന്നു നിൽക്കല്ല. അത് നിങ്ങൾക്ക് ഉപദ്രവമാണ് ചെയ്യുന്നത്. തൗഹീദിനത് ഉപദ്രവമാണ് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ ഇപ്പം എന്താണ് അവസ്ഥ?